അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലാ ദിൻക അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലാ ദിൻക അഷ്ഹദു അന്ന മിതുമു യാ റസൂലു ദിൻക അഷ്ഹദു അന്ന മിതുമു യാ റസൂലു ദിൻക. എൻ്റെ മകള് ഹിജാബ് ധരിച്ചു വരുമ്പോൾ കുട്ടികൾക്ക് ഭയമുണ്ടാകുന്നു എന്ന് അവിടുത്തെ പ്രിൻസിപ്പൽ പറഞ്ഞത് എൻ്റെ മകൾക്ക് വളരെയധികം വിഷമമുണ്ടാക്കിയ വാക്കാണ്. ഞാനങ്ങനെ പറഞ്ഞിട്ടില്ല. നിനക്ക് ഗുരു ഉണ്ട് പോടാ. അങ്ങനെ എവിടെ പറഞ്ഞത്? ഈ കുട്ടിയുടെ പാരന്റ് മാത്രമേ ഉള്ളത് പറഞ്ഞത്. അതെ, അങ്ങനെ ആ സിസ്റ്റർ എവിടെയും പറഞ്ഞിട്ടില്ല. അസൂയ കൊണ്ട് പലരും പറയാറില്ല, അതുകൊണ്ട് ഞാൻ സ്വയം പറയുന്നു. ഞാൻ പറയട്ടെ, അവരത് പറയുമെന്ന് വിചാരിച്ച് ഇങ്ങനെയൊക്കെ ചെയ്തിട്ട് ലാസ്റ്റ് അപ്പൊ അവര് പറയുന്നില്ല. എന്താ അവര് പറയാത്ത? പിന്നെ ഞാൻ തന്നെ അങ്ങോട്ട് പറഞ്ഞേക്കാം. ഇതാരെങ്കിലും പറഞ്ഞറിഞ്ഞ് ഇപ്പൊ വരും പുന്നാര മരുമോൻ. എന്നാടാ അപ്പിക്കുപ്പായ ഇടണ്ടോ? എല്ലാരും അറ്റൻഷൻ. അപ്പിക്കുപ്പായ ഇടുന്നു. സുനിത അപ്പിക്കുപ്പായ കുപ്പായ ഇടണ്ടോ? എല്ലാരും അറ്റൻഷൻ. അപ്പിക്കുപ്പായ ഇടുന്നു. സുനിത അപ്പിക്കുപ്പായ ദൈവമേ, ഇവിടുന്ന് നാശമാക്കും. നീ എന്താ ഈ കത്തി വേഷത്തില്? സാറിന് ടോയ്ലറ്റ് പോകുന്നുണ്ട്. നന്നായിട്ട് ചേരുന്നുണ്ട്. ബൈബിളില് പറഞ്ഞിട്ടുണ്ടോ കന്യാസ്ത്രീ തട്ടമിടണമെന്ന്? ബിക്കിനി ഇട്ടാലും പോരെ? എന്തോ എങ്ങനെ? ആക്ച്വലി അതൊരു സെൽഫ് ഗോൾ അല്ലേ? അതെ, ബൈബിളിൽ പറഞ്ഞിട്ടില്ല, പക്ഷെ ഖുറാനിൽ പറഞ്ഞിട്ടുണ്ട്. മറ്റൊരു സത്യം കൂടി വെളിപ്പെടുത്താൻ ഞാൻ ഉദ്ദേശിക്കുന്നു. ഈ ഇവരുടെ മോള് പഠിക്കുന്ന ലണ്ടനിൽ ഉള്ള വീഡിയോ എനിക്ക് നാസ അയച്ചു തന്നിട്ടുണ്ട്. ഞാൻ അങ്ങനെ വരാൻ വഴിയില്ലല്ലോ. പക്ഷെ അങ്ങനെ വന്നല്ലോ. ടെലിഗ്രാമിൽ ഇട്ടുണ്ട്, ഒന്ന് കാണിക്കാം. ഓഹോ, അതിന്റെ ഇടയിൽ അങ്ങനെ ഉണ്ടായോ? അത് കണ്ടിട്ട് കാര്യം. ഇത് ലണ്ടനിലുള്ള ഒരു മൂത്ത കുട്ടി പഠിക്കുന്ന സ്ഥലമാണ് ഞാൻ അറിഞ്ഞ കേട്ടോ. എനിക്കറിഞ്ഞൂടാ, നോക്കണ്ടല്ല ആളെ പറയാൻ പറ്റും. വർത്താനം പറയണ ചിലപ്പോ അവരെ മൂത്ത കുട്ടിയാണ്. ഇവന്റെ മുഖം ഒന്ന് കാണട്ടെ. ആ ശരിയാണല്ലോ. അല്ല, അത് ബാക്കി കൂടെ നടന്നു വരുന്നതാണ് മൂത്ത കുട്ടി. എന്താ ഉറക്കം വരുന്നു. ഇവിടെ കണ്ടു പരിചയമുണ്ടല്ലേ? ആ, നല്ല കണ്ടുപരിചയം. അമേരിക്ക കരിമരുന്ന് കച്ചവടമായിരുന്നോ? ദേഹവാസകാലം കരിഞ്ഞിരിക്കുന്നു. അമേരിക്കയിലെ തൃശ്ശൂർ പൂരത്തിന്റെ അന്നാ ജനിച്ചത്. അമേരിക്കയിലെ തൃശ്ശൂർ പൂരത്തിന്റെ അന്നാ ജനിച്ചതെന്ന്. അല്ല, അതില് വേറെ ഇട്ടുണ്ട്. നിങ്ങൾ ഞങ്ങളുടെ വീഡിയോ എടുക്കരുത് എന്നാ പറയുന്നത്. പക്ഷെ ഇതില് പ്രൈവസിന്റെ ഇഷ്യൂ വരുന്നില്ല. ഇത് ആരാണെന്ന് ആർക്കും മനസ്സിലാവില്ല. Oh my God. He's on air. എന്താണ് പിങ്ക് ഇങ്ങനെ പറയുന്നത്? അവരെ കണ്ണ് കാണില്ല, കണ്ണ് കണ്ടിട്ട് ചില ആൾക്കാരുടെ കൺട്രോൾ പോകും. കഴുത്തി ബെൽറ്റ് ഇട്ട പട്ടിയാണോ? അല്ല, അരയിൽ നല്ല വീതിയുള്ള ബെൽറ്റ് ഇട്ട പട്ടി. ഇത് എന്നെ ഉദ്ദേശാണ്, എന്നെ തന്നെ ഉദ്ദേശാണ്, എന്നെ മാത്രം ഉദ്ദേശാണ്. ബാസിൽ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്, അത് കണ്ണ് കണ്ട പ്രശ്നമാണ്. ബാസിലിനെ കൺട്രോൾ കിട്ടുന്നില്ല. പഠിക്കാനുള്ള അവകാശം നിഷേധിച്ച് പീഡിപ്പിച്ച് നാണം കെടുത്തി ആ സ്കൂളിൽ നിന്ന് പറഞ്ഞു വിട്ടപ്പോ എല്ലാവർക്കും തൃപ്തിയായല്ലോ അല്ലേ? കൊറേ നേരമായല്ലോ ഒരുമാതിരി ലോജിക്കില്ലാത്ത മണ്ടൻ കഥ. മതി. ആരാ പറഞ്ഞു വിട്ടത്? ആരാണ് ആ കുട്ടീനെ ആ സ്ഥിതിയിൽ എത്തിച്ചത്? യൂണിഫോം ധരിച്ചാൽ ഇവിടെ പഠിക്കാം, ഇത് പറയുമ്പോ യൂണിഫോം ധരിക്കൂല എന്ന് പറഞ്ഞാൽ എങ്ങനെ ശരിയാവുക? എന്താ നിങ്ങളുടെ ഉദ്ദേശം? ഇത് അന്തസ്സുള്ള ഇടപാടാണെന്ന് തോന്നണ്ട തമ്പുരാനെ. ഇനി ഇപ്പൊ ഇത്തിരി നാറിയാലും അത് ഞാൻ അങ്ങോട്ട് സഹിക്കും. ഇപ്പൊ ഉള്ളതിനേക്കാൾ കൂടുതൽ നാറരുതെന്ന് എനിക്ക് പ്രാർത്ഥനയുള്ളൂ. ഇപ്പൊ എന്നെ ഞാൻ എപ്പോഴും പറയുന്നത്, എനിക്ക് പണ്ട് മറ്റേ ചെരുപ്പിട്ട് വന്നു, ഷൂസ് ഇട്ടില്ല എന്ന് പറഞ്ഞിട്ട് ക്ലാസ്സിൽ നിന്ന് നിർത്തിയിട്ടുണ്ട്. അപ്പൊ അടുത്ത ദിവസം ഷൂസ് ഇട്ട് വന്നു, ക്ലാസ്സിലിരുന്നു. ഇതല്ലേ ഇവിടെ സംഭവിക്കണേ? ഈ വീഡിയോ ഒന്ന് ഒരു അര സെക്കൻഡ് കുറച്ചൊന്ന് സ്കിപ്പ് ചെയ്യാം. എനിക്ക് സുനിതനെ നല്ലപോലെ ഒന്ന് കാണാനേന്നു. ആരാധകരെ കണ്ട എല്ലാ തട്ടട്ടതൊന്നും എനിക്ക് കണ്ടു കിട്ടണം. ഇതില്ലേ പണ്ട് എന്റെ വല്യമ്മ സ്കൂളിൽ പോകുമ്പോ ഇടുമ്പോഴുള്ള ചുരിദാറിന്റെ മോഡലാണ്. എത്ര കാലം മുമ്പുള്ള ചുരിദാറിന്റെ മോഡലാന്ന് നോക്കിയാ. അസൂയ എല്ലാവർക്കും തോന്നും. ചേട്ടാ സത്യം പറ, എന്നെ ഇപ്പൊ കണ്ട ഒരു പ്രോസ്റ്റിറ്റ്യൂട്ടീവ് ലുക്കില്ലേ? ഒരു തളയെ മേക്കപ്പ് പിടിച്ചുകൊണ്ട് വന്ന് പറ്റിക്കാൻ നോക്കുന്നോ? ഇംഗ്ലീഷിലൊരു ചൊല്ലുണ്ട്, എന്ന് വെച്ചാൽ സ്വർണം ചുമന്നാലും കഴുത കഴുത തന്നെ എന്ന്. തലയിൽ തട്ടമിട്ട കന്യാസ്ത്രീ തലയിൽ തട്ടമിട്ട 13 കാര്യം നോക്കി പറഞ്ഞു. തട്ടമിട്ട കന്യാസ്ത്രീയോ? തട്ടമിട്ട കന്യാസ്ത്രീ, തട്ടമിട്ട കുട്ടി, അത് രണ്ടും ഈക്വൽ അല്ല. ഒന്നാമത് യൂണിഫോം കുട്ടികൾക്കാണ്, യൂണിഫോം ടീച്ചേഴ്സിനല്ല. നോക്ക്, എന്നോട് എന്നെ തിരുത്താൻ പറ്റരുത് കേട്ടോ. സോറി കഞ്ഞിക്ക, അല്ല കുഞ്ഞിക്ക. അപ്പൊ നാളെ ഞങ്ങൾക്ക് ടീച്ചർ സാരി എടുത്തു വരുന്നുണ്ടെങ്കിൽ അപ്പൊ കുട്ടികളും സാരി എടുത്തു വരണം, അങ്ങനെയൊക്കെ പറഞ്ഞിട്ടുണ്ടെന്നാല് നന്ദിയേട്ടവന്മാരെ എല്ലാരും കൂടെ ശവത്തി കുത്താടാ.
ഇവർ ആ സ്കൂളിലെ ഇംഗ്ലീഷ് ടീച്ചറാണ്. ഇവിടെ ഇംഗ്ലീഷ് പറയേണ്ട യാതൊരു ആവശ്യമില്ല. എന്നിട്ടും തന്റെ കഴിവ് പാണ്ഡിത്യം തെളിയിക്കാൻ വേണ്ടി ഇംഗ്ലീഷ് പറഞ്ഞപ്പോ മുഴുവൻ തെറ്റു പറയുന്നു. വാ മനസ്സിലായി സാറേ. എന്നിപ്പോ ഇങ്ങനെങ്ങാട്ട് പാട്ട് എന്തരേലും ആയിക്കൊണ്ട് പോട്ടടേ, പറയണ ഇംഗ്ലീഷ് തന്നെയല്ലേ. ഈ ക്വസ്റ്റ്യൻ എനിക്ക് താല്പര്യമുള്ള ക്വസ്റ്റ്യൻ അല്ല. അല്ല ഇതേതായി മരഭൂതം? ഇപ്പൊ എന്താ പറഞ്ഞ? അല്ല ഇതേതായി മരഭൂതം? വാട്ട് എന്നെ കഷ്ടല്ലേ, കോമൺ സെൻസ് ഇല്ലാത്തതിന്റെ കുഴപ്പേ. അല്ലെങ്കിൽ ബുദ്ധി പറഞ്ഞു കൊടുക്കാൻ അവൻ ആരെങ്കിലും വേണ്ടേ? അല്ല ഇവള് മരഭൂതം എന്ന് വിളിക്കുന്നത് പച്ച കളറ് അതിന്റെ കാലത്തോടെ ചുരിദാർ ഇട്ട് വന്നിട്ട് വേറൊരു പെണ്ണിനാണ് മരഭൂതം എന്ന് വിളിക്കണേ. എന്ത് ചെയ്യാനാടാ, ഞാൻ ഇങ്ങനൊരു ദുരന്തനായി പോയി. പകുതി ബുദ്ധിയല്ലേ ഉള്ളൂ. മുഹമ്മദ് നബി അങ്ങനെയല്ലേ പറഞ്ഞു. അതാണ്. പാത്തൂന് എന്തെങ്കിലും വിരുദ്ധാഭിപ്രായമുണ്ടോ? പകുതി ബുദ്ധി തന്നെ ഉള്ളൂ. അതാണ് നമ്മള് രണ്ടാളും വന്നത്. ആരിഫ്, നമ്മള് രണ്ടാളും വന്ന നമുക്ക് ആരിഫിന്റെ അത്ര ബുദ്ധിയായില്ലേ? എങ്ങനെയുണ്ട്? കറക്റ്റ് ആയില്ലേ? ഞാൻ ചിരിച്ചു പോയനെ. ഒരു പുരുഷന് രണ്ട് ആളുകൾ ഇപ്പൊ തെറ്റിദ്ധരിക്കും. അങ്ങനത്തെ അല്ല ഞാൻ ഉദ്ദേശിച്ചത്. ഒരാണിന് 4 വരെ കെട്ടാന്ന് നമ്മുടെ വേദപുസ്തകത്തിൽ പറഞ്ഞിട്ടുണ്ട്. ഇത് എന്റെ വിശ്വാസത്തിന്റെ ഭാഗമായിട്ടല്ല, എന്റെ സ്വാതന്ത്ര്യം. ആരെങ്കിലും ആരോടെങ്കിലും തട്ടിടരുത് പറഞ്ഞാൽ തട്ടമിട്ട് വന്ന് നിൽക്കുന്ന എന്റെ ഒരു സന്തോഷമാണ്. എന്റെ വസ്ത്രം എന്റെ സ്വാതന്ത്ര്യം, അതുകൊണ്ടാണ്. ഇനി ആരും സൂത്രം കാണിച്ചാ? അതിപ്പോ ഞാനിവിടെ കാണിച്ചല്ലോ. എന്റെ തട്ടം എന്റെ സ്വാതന്ത്ര്യം, എന്റെ തട്ടം എന്റെ സ്വാതന്ത്ര്യം. ഇപ്പൊ എന്നെ കണ്ടാൽ ഒരു അഫ്ഗാനിസ്ഥാനി വുമണിനെ പോലെ അല്ലേ? ഞാൻ അഫ്ഗാനിസ്ഥാനിയാണ് കേട്ടോ. ഇനി ഞാൻ ഇങ്ങനെയാണ് അഫ്ഗാനിസ്ഥാനിയായിട്ട് ഞാൻ ഇനി വീഡിയോ ഇങ്ങനെയാണ് ചെയ്യാൻ പോണത്. ചേട്ടാ അപമാനിച്ചേ ഞാൻ പോയിക്കോട്ടെ. അപമാനത്തിന് തന്നെ അപമാനമാണ് നീ. എന്തോ വരാൻ പോകുന്നു എന്റെ മനസ്സ് പറയുന്നു. ഏതെങ്കിലും ഒരു കൂട്ടുകാരി ഒന്ന് സ്റ്റേജിലോട്ട് വരുമോ? അയ്യോ എനിക്കിപ്പോ ബോധം പോകും. തട്ടമിട്ട് ഏതെങ്കിലും ഒരു കൂട്ടുകാരി എന്ത് കാര്യത്തിനാണത്? പ്ലീസ്. അവസാനം ഇതൊരു ഏടാകുളമായത്. എന്താ കൊട്ടാരം വീടിന് പേടിയുണ്ടോ? പേടിയോ? ഈ കൊട്ടാരം വീടിനോ? പേടിയിൽ നിന്നൊരു വാക്ക് എന്റെ നിഘണ്ടനില്ലടോ. ആ തട്ടൊന്ന് എനിക്ക് തരുവാ. ഇപ്പൊ ഇടപെട്ടാൽ ഇത് വിവാദമാകും. പബ്ലിക് സപ്പോർട്ട്. പിന്നെ அவ இந்த மாதிரி நம்ம முகத்துல காரி துப்புறத பாத்துக்கிட்டு இருக்கணுமா? എനിക്ക് വിഷഹാരി അറിയില്ല. വിഷ ഊതി കയറ്റാനും ഊതി ഇറക്കാനും ഒരു നിമിഷം വേണ്ടിരിക്കെ. ഞാൻ ഈ തട്ടിട്ടപ്പോ നിങ്ങൾക്ക് എന്നെ കാണുമ്പോൾ വല്ല ഭയം തോന്നുന്നുണ്ടോ? എങ്ങനെ ഞാൻ ഈ തട്ടിട്ടപ്പോ നിങ്ങൾക്ക് എന്നെ കാണുമ്പോൾ വല്ല ഭയം തോന്നുന്നുണ്ടോ? ഉപദേശം കൊള്ളാം വർമ്മ സാറേ, പക്ഷെ ചെറിയൊരു പ്രശ്നമുണ്ട്. പഴയതൊന്നും മറക്കാൻ ഇവിടെ പലർക്കും കഴിഞ്ഞിട്ടില്ല. ഫ്ലാഷ് ബാക്ക്. 10ാം ക്ലാസ്സിലെ കുട്ടിയാ ആരോടും അങ്ങോട്ട് വിളിച്ചത്? ഞാൻ മേലിൽ നിങ്ങൾ വിളിച്ചിട്ടുണ്ടെങ്കിൽ കാണിച്ചു തരാം. അങ്ങനത്തെ പെൺകുട്ടികളൊന്നും ഇങ്ങോട്ട് വിളിക്കണ്ട. ഒന്നും വിചാരിക്കരുത്, ഞങ്ങൾ എതിരാണ്. എന്തേ നിങ്ങളെ പിടിച്ച് കടിച്ച തള്ളിക്കോളൂ. ഇവിടെ തട്ടമിട്ട് ഏതെങ്കിലും ഒരു കൂട്ടുകാരി ഒന്ന് സ്റ്റേജിലോട്ട് വരുമോ? ഞാൻ മേലിൽ നിങ്ങൾ വിളിച്ചിട്ടുണ്ടെങ്കിൽ കാണിച്ചു തരാം. பயப்படுறதுக்கு எப்பவும் தயாரா இருக்கு. பயமுறுத்துருவேன் ஒருத்தன் தேவை. அவன் தானா வேதநாயகம். வேதநாயகன்னா பயம். അപ്പൊ കൂട്ട പേടിച്ചില്ലല്ലോ. എന്താ കാര്യം? പേടിക്കണമെങ്കിൽ അതിന് ഒരു ബുദ്ധി വേണം. അതിവനില്ല. അറിയാത്ത കാര്യത്തെ പറ്റി എന്തിനാ നാരായണ താൻ അഭിപ്രായം പറയാൻ പോകുന്നത്? ആ കൂട്ടുകാരിക്ക് വേണ്ടി ഞാൻ ഇത്രയെങ്കിലും ചെയ്തില്ലെങ്കിൽ പിന്നെ ഞാൻ ഇത്ര നേരം എന്തിനാ പ്രസംഗിച്ചേ? പ്രസിഡന്റിന്റെ മെഡൽ കിട്ടേണ്ട ധീര പ്രവൃത്തിയല്ലേ ഇവൻ ചെയ്തത്? നീ എന്തിനാ പഠിക്കണേ? ഫൈനൽ ഇയർ LLBക്ക്. അതല്ല ചോദിച്ചത്, നീ എന്തിനാ പഠിക്കണേന്ന്. നീ ഒന്നും പഠിച്ചിട്ട് ഒരു കാര്യമില്ല, വെറുതെ കോളേജിന്റെ പേര് കളയാനായിട്ട്. അയ്യേ. എല്ലാവർക്കും സന്തോഷമായല്ലോ. എനിക്ക് സന്തോഷമായി. എല്ലാവർക്കും പിരിഞ്ഞു പോവാം.